നമസ്കാരം. ഡോക്ടർ ശശി തരൂർ ലണ്ടൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈയിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു മലയാളം വേർഷനാണ് ഈ വീഡിയോ. 8 മിനിറ്റാണ് എനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്നത്. ഹെൻറി എട്ടാമൻ പബ്ലിക് സ്പീക്കിംഗ് സ്കൂളിൽപ്പെട്ട ആളാണ് ഞാൻ. ഹെൻറി എട്ടാമൻ ഭാര്യമാരോട് പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ കൂടുതൽ സമയം ബുദ്ധിമുട്ടിക്കില്ല. 7ാമത്തെ പ്രാസംഗികനാണ് ഞാനിപ്പോൾ എന്നെ കാണുന്നത് ഹെൻറി എട്ടാമൻ്റെ അവസാനത്തെ ഭാര്യയെ പോലെയാണ്. നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് വ്യത്യസ്തതയോടെ ചെയ്യാനാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ബ്രിട്ടൻ ഇന്ത്യയിലെത്തിയപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് 23% ആയിരുന്നു. ബ്രിട്ടീഷുകാർ പോയപ്പോഴേക്കും അത് 4% കുറവായി. ഇന്ത്യയെ കൊള്ളയടിച്ചത് ഉപയോഗിച്ചാണ് 2 നൂറ്റാണ്ടിലേറെ കാലം കൊണ്ട് ബ്രിട്ടൻ വളർന്നത്. ബ്രിട്ടനിലെ വ്യവസായവൽക്കരണം ഉണ്ടായത് ഇന്ത്യയിലെ വ്യവസായ നശീകരണത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ നെയ്ത്തുകാരുടെ കാര്യം തന്നെ എടുക്കാം. ബ്രിട്ടീഷുകാർ വരും മുമ്പ് മസ്ലിൻ പോലെ മികച്ച തുണി ഉൽപ്പാദിക്കുന്നവരാണ് ഇന്ത്യയിലെ നെയ്ത്തുകാർ. ലോകമെങ്ങും പ്രശസ്തി നേടിയവർ. ബ്രിട്ടീഷുകാരെത്തി അവരുടെ കൈകൾ തല്ലിയൊടിച്ചു, തറികൾ തകർത്തു, നികുതി ഏർപ്പെടുത്തി അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലോട്ട് കടത്തി. റോബർട്ട് ക്ലൈവിനെ പോലെയുള്ള കൊളോണിയലിസ്റ്റുകൾ ഹിന്ദിയിലെ ലൂട്ട് എന്ന വാക്ക് അവരുടെ സ്വഭാവത്തെ പോലെ തന്നെ ഇംഗ്ലീഷ് നിഘണ്ടുവിലേക്ക് കൊണ്ടുപോയി. ക്ലൈവ് ഓഫ് ഇന്ത്യ എന്ന് ബ്രിട്ടൻ വിളിച്ചു. ഇന്ത്യ മുഴുവൻ അയാളുടേതായ പോലെ. 19ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ കറവ പശുവായി മാറി. ബ്രിട്ടൻ ഉണ്ടാക്കി വിടുന്ന സാധനങ്ങൾ വാങ്ങുന്ന രാജ്യം. ബ്രിട്ടീഷുകാർക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്ന സ്ഥലം. ഞങ്ങളെ അടിച്ചമർത്തിയതിന് ഞങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വന്നു. 19ാം നൂറ്റാണ്ടിലെ പണക്കാരായ ബ്രിട്ടീഷുകാരിൽ 1/5 30 ലക്ഷം ആഫ്രിക്കൻ അടിമകളെ കടത്തിയാണ് പണമുണ്ടാക്കിയത്. 1833 അടിമത്തം അവസാനിപ്പിച്ചപ്പോൾ 20 ദശലക്ഷം പൗണ്ടാണ് നൽകിയത്. ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരമായിട്ടല്ല, പകരം ഭൂമി നഷ്ടപ്പെട്ടവർക്കാണ് അത് നൽകിയത്. ഇന്ത്യയെക്കുറിച്ച് പറയാം. 15 ദശലക്ഷത്തിനും 20 ദശലക്ഷത്തിനും ഇടയിൽ ഇന്ത്യക്കാർ ബ്രിട്ടൻ കാലത്ത് പട്ടിണി മൂലം മരിച്ചു. 2ാം ലോകമഹായുദ്ധകാലത്ത് 4 ദശലക്ഷം പേർ പട്ടിണി മൂലം മരിച്ച ബംഗാൾ ഏറ്റവും നല്ല ഉദാഹരണം. ബംഗാളിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഭക്ഷണം മനഃപൂർവ്വം നൽകാതെ ബ്രിട്ടന് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഇത് ശരിയല്ലെന്ന് ബ്രിട്ടീഷുകാർ തന്നെ ചർച്ചിലിനോട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചർച്ചിൽ ഫയലിൻ്റെ മാർജിനിൽ ഇങ്ങനെ എഴുതി: എന്തുകൊണ്ട് ഗാന്ധിജി ഇതുവരെ മരിച്ചില്ല? 1943 ചർച്ചിൽ ചെയ്തത് ഒരു ഉദാഹരണം മാത്രം. എത്രയോ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ഇതേ രീതിയിൽ പെരുമാറി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ദൈവത്തിനു പോലും ഇരുട്ടത്ത് ബ്രിട്ടീഷുകാരെ വിശ്വാസമുണ്ടായിരുന്നു. 1ാം ലോകമഹായുദ്ധത്തിൻ്റെ കാര്യമെടുക്കാം. ബ്രിട്ടീഷ് സൈന്യത്തിൽ യുദ്ധം ചെയ്തവരിൽ 1/6 ഇന്ത്യക്കാരായിരുന്നു. 54,000 ഇന്ത്യക്കാർക്ക് ആ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. 65,000 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. 4,000 ഇന്ത്യക്കാരെ കാണാതാവുകയോ അവർ ജയിലിലടക്കുകയോ ചെയ്തു. ഇന്ത്യയിൽ നികുതിദായകർക്ക് അക്കാലത്ത് 100 ദശലക്ഷം പൗണ്ട് നികുതി അടയ്ക്കേണ്ടി വന്നു. ഇന്ത്യ 6 ലക്ഷം തോക്കുകൾ നൽകി. 40 ദശലക്ഷം വസ്ത്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചു. ഇന്ത്യയിൽ നിന്ന് അക്കാലത്ത് കൊണ്ടുപോയ വസ്തുക്കളുടെ ഇന്നത്തെ മൂല്യമനുസരിച്ച് കണക്കാക്കിയാൽ 800 കോടി പൗണ്ടാണ് ഇന്ത്യ പട്ടിണി അനുഭവിച്ചിരുന്ന കാലത്താണിതെന്ന് നോക്കണം. 2ാം ലോകമഹായുദ്ധകാലത്തെക്കുറിച്ച് പറയാം. അത് കൂടുതൽ മോശമാണ്. 25 ലക്ഷം ഇന്ത്യക്കാരാണ് ബ്രിട്ടന് വേണ്ടി പൊരുതിയത്. 1945 ബ്രിട്ടൻ്റെ യുദ്ധക്കടം 300 കോടി പൗണ്ടായിരുന്നു. അതിൽ 125 കോടി പൗണ്ട് ഇന്ത്യയുടേതാണ്. ഈ പണം ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. സ്കോട്ട്ലൻഡിനെ കുറിച്ച് ഇവിടെ ആരോ പറഞ്ഞു. കോളനിവൽക്കരമാണ് സ്കോട്ട്ലൻഡുമായുള്ള നിങ്ങളുടെ ബന്ധം അരക്കിട്ട് ഉറപ്പിച്ചത്. ഇന്ത്യയിൽ ഇഷ്ടം പോലെ സ്കോട്ട്ലൻഡുകാർക്ക് ജോലി കിട്ടുമെന്ന നില വന്നു. കച്ചവടക്കാരായും സൈനികരായും ഏജന്റുമാരുമായും ഒക്കെ ഇഷ്ടം പോലെ ജോലി. ഇത് സ്കോട്ട്ലൻഡിലെ പട്ടിയിൽ നിന്ന് കരകയറ്റി. ഇപ്പോൾ അതിന് ഇന്ത്യയില്ലല്ലോ. എല്ലുകൾ അയഞ്ഞു തുടങ്ങുന്നതിൽ അത്ഭുതമില്ല. റെയിൽവേ പറ്റി ആരോ ഇവിടെ പറഞ്ഞു. ബ്രിട്ടന് വേണ്ടിയാണ് റോഡും റെയിലും ഉണ്ടാക്കിയെന്ന് ജമൈക്കൻ കമ്മീഷണർ പറഞ്ഞല്ലോ. ബ്രിട്ടനിലെ നിക്ഷേപകർക്ക് വലിയ ലാഭം ഉറപ്പ് കൊടുത്താണ് ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള നികുതിയിൽ നിന്ന് വൻ ലാഭം ബ്രിട്ടൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? കാനഡയിലോ ഓസ്ട്രേലിയയിലോ 1 മൈൽ റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്നതിൽ ഇരട്ടി തുക ചിലവാക്കിയാണ് ഇന്ത്യയിൽ 1 മൈൽ റെയിൽവേ ലൈൻ നിർമ്മിച്ചത്. കൂടുതൽ പണം നിക്ഷേപകർക്ക് തന്നതിലാണ് ലാഭമെല്ലാം ബ്രിട്ടൻ ഉണ്ടാക്കി. ഇന്ത്യക്ക് ബ്രിട്ടൻ നൽകിയ ധനസഹായത്തെ പറ്റി ഒരാൾ പറഞ്ഞു. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.4% മാത്രമാണ്
ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകിയത്. ഇതിൽ കൂടുതൽ ഇന്ത്യൻ സർക്കാർ വളം സബ്സിഡിയായി നൽകുന്നുണ്ട്. ബ്രിട്ടീഷ് കോളനി ഉണ്ടായിരുന്ന രാജ്യങ്ങളെ ഇപ്പോൾ പല പ്രശ്നങ്ങൾക്കും കാരണം കോളനി വാഴ്ചയാണ്. രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയ ചരിത്രമുണ്ടോ എന്നൊരാൾ ചോദിച്ചു. ഇസ്രയേൽ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ട്. ഇറ്റലി ലിബിയയ്ക്ക് നഷ്ടപരിഹാരം നൽകി. ജപ്പാൻ കൊറിയയ്ക്ക് നഷ്ടപരിഹാരം നൽകി. ബ്രിട്ടനും നഷ്ടപരിഹാരം നൽകിയ ചരിത്രമുണ്ട് ന്യൂസിലാൻഡിന്. എതിർപക്ഷത്തെ വാദങ്ങളുടെ സംക്ഷിപ്തമായ ടെക്സസിൽ പ്രയോഗം എടുത്തു പറയാം. ഓൾ ഹാറ്റ് നോ കാറ്റിൽ, വെറും പുറംപൂച്ച് മാത്രം, കഴമ്പില്ല. ജനാധിപത്യത്തെ ഇപ്പോൾ നിങ്ങൾ പറയുന്നു, നിങ്ങൾ ജനങ്ങളെ കൊല്ലുകയും കൊല്ലാക്കൊല്ലുക ചെയ്യുകയും ചെയ്ത് 200 വർഷം ഭരിച്ചിട്ട് അവസാനം ജനാധിപത്യം വന്നെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. ജനങ്ങൾക്ക് ജനാധിപത്യം തന്നില്ല, ഞങ്ങൾക്കത് നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കേണ്ടി വന്നു. ബ്രിട്ടൻ ഇന്ത്യക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറയുമ്പോൾ എത്ര തുക വേണമെന്ന് തീരുമാനിക്കുക ബുദ്ധിമുട്ടാണ്. ഉണ്ടായ നഷ്ടത്തിനൊക്കെ വിലയിടാനാവില്ല. എന്നാൽ നഷ്ടപരിഹാരം നൽകുക എന്ന തത്വമാണ് ഇവിടെ പ്രധാനം. ഒരു സോറി പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അടുത്ത 200 വർഷത്തേക്ക് ബ്രിട്ടൻ ഇന്ത്യക്ക് പ്രതിവർഷം നഷ്ടപരിഹാരമായി 1 പൗണ്ട് തരാൻ തീരുമാനിച്ചാലും ഞാൻ സന്തോഷവാനാണ്. എല്ലാവർക്കും നന്ദി.